തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത് ചെറിയ സ്രാവുകളാണ്. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ 2 ചെറിയ സ്രാവ് എടുത്തിട്ട് അതിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ചിരണ്ടി കളയുമ്പോൾ അതിലെ മണ്ണൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളത് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കും. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 2 സവോള അരിഞ്ഞത്, ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് വേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് 2 പച്ചമുളകാണ് ഇച്ചിരി എരിവുള്ളതാണ് ഇട്ടത്, അല്ലെങ്കിൽ അതിൽ കൂടുതലിടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് ചതച്ചതും ചില്ലി ഫ്ലേക്സ് അതുകൂടി ഇട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചാർക്കും അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഉലർന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ വലിയ പീസസൊക്കെ ചെറുതായി പൊടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കാട്ടിലേക്ക് സ്പോൺസൊക്കെ ഇടല്ലാത്ത ഇഷ്ടമില്ലാത്തവർക്കത് മാറ്റിക്കളയുക, അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നല്ല റിച്ച് കാൽഷ്യം ആണല്ലോ. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നാളികേരം ചിരണ്ടിയത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതായിട്ട് വെള്ളം വറ്റിച്ച് ഉലർത്തിയെടുത്താൽ നമ്മുടെ സ്രാവ് തോരൻ റെഡി. ഇനി നമുക്കിത് വേറൊരു രീതിയിൽ നോക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഉലർത്തി നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചാർക്കിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ല ടേസ്റ്റായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.